നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ കരിയറിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ്. അപ്പൊ പലരും ചോദിക്കുന്നുണ്ട്, കരിയർ റീഡിംഗ് കാണുന്നില്ലല്ലോ, റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നൊരു മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കരിയർ റീഡിംഗ് നോക്കുന്നത്. 31 ജൂലൈ 2026 നിങ്ങളുടെ കരിയറിൽ എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ 1, 2, 3 ഇതിൽ ഏതെങ്കിലും കളർ റോസ് സെലക്ട് ചെയ്യുക. റെഡ്, യെല്ലോ, വൈറ്റ്. അപ്പോ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോ 31 ജൂലൈ 2026 നിങ്ങളുടെ കരിയറിലേക്ക് എന്താണ് വരുന്നത്? ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. സെലക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, നമുക്കിത് മാറ്റാം അല്ലേ? അപ്പോ നമുക്കിനി ഓറക്കിൾ മെസ്സേജ് നോക്കാം. നിങ്ങൾ എന്താണ് നിങ്ങളുടെ കരിയറിൽ നടക്കുന്ന എന്ത് കാര്യമാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നടക്കുന്നത്, അതൊക്കെയാണ് ഇവിടെ ഓറക്കിൾ മെസ്സേജിൽ വരാൻ പോകുന്നത് കേട്ടോ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഇവിടെ ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ഇനി എന്തെങ്കിലും കാർഡ് വരുമോ എന്ന് നോക്കിയപ്പോ 3 കാർഡ് നോക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെ കാർഡാണെന്ന്. ഒന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യണമെന്നാണ്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. എന്തായാലും ഈ ചേഞ്ച് വന്നിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നത് ഇവിടെ ബാധകമല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത്, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കണം. നമ്മളുടെ സംസാരമാണ് ചില സമയത്ത് നമുക്ക് പണി തരുന്നത്. അപ്പൊ അത് സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. 3 കാർഡുകളാണ് ഇവിടെ വന്നത്. ആദ്യത്തെ കാർഡ് റെഡ് റോസ് സെലക്ട് ചെയ്തവരുടെ ഇപ്പോഴത്തെ കരിയറിലുള്ള എന്താണ് നിങ്ങളുടെ എനർജി, കരിയറിന്റെ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനി, ആദ്യത്തെ കാർഡില് ടവറാണ്. അപ്പൊ ഇപ്പൊ എന്തോ ഒരു ഭീകരമായ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അബ്രോഡ് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ഇപ്പൊ യുദ്ധം നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നമാണോ, നിങ്ങളുടെ ഓഫീസ് നഷ്ടപ്പെട്ടു പോയോ, ആളുകളെ പിരിച്ചുവിട്ടോ, അങ്ങനെ, അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്, ഇങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ജോലിക്ക് വരണ്ട, ശമ്പളം തരാൻ പൈസ ഇല്ല എന്നൊക്കെയുള്ള ഒരു പോലെ ഒരു ടവർ എന്ന് പറഞ്ഞാല് ഒരു ബിൽഡിങ്ങില് ഇടിവെട്ടേറ്റിട്ട് അതിനകത്ത് നിന്ന് ആൾക്കാർ ചാടി രക്ഷപ്പെടുന്നതാണ്. അപ്പൊ അങ്ങനെ എന്തോ ഭീകരമായ എന്തോ ഒരു സംഭവം നിങ്ങളുടെ, ഇപ്പൊ നിങ്ങൾ ഇവിടെ തന്നെ ജന്മസ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഓഫീസിൽ എന്തൊക്കെയോ ഇപ്പം ചില കമ്പനികൾ ആൾക്കാരെ ഒരു നോട്ടീസും കൊടുക്കാതെ പിരിച്ചു വിടുന്നൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അവസ്ഥയിലാണോ നിങ്ങളെന്ന് അറിയില്ല. വളരെ ഭീകരമായ എന്തോ ഒരു കാര്യം നിങ്ങളുടെ കരിയറിൽ സംഭവിച്ചിട്ടുണ്ട്. ജോലി തന്നെ നഷ്ടപ്പെട്ട പോലത്തെ ഒരവസ്ഥയാണെന്നാണ് പറയുന്നത്. നമ്മൾ പിരിച്ചു പോകുമ്പോൾ നോട്ടീസ് കൊടുക്കണം. അതുപോലെ തന്നെ കമ്പനി ഒരാവശ്യമില്ലാതെ നമ്മളെ പിരിച്ചു വിടുമ്പോൾ നമുക്ക് നോട്ടീസ് തരണം. അതൊന്നും ഇപ്പൊ ആരും ഫോളോ ചെയ്യാത്ത പോലെ ഒരു അവസ്ഥയിലാണ്. ടവർ എന്ന് പറയുമ്പോൾ സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്. എന്താണ് ഈ ടവർ എനർജി എന്ന് നമുക്ക് നോക്കാം. ഈ ടവർ എനർജി എന്താണ്? ടവർ എനർജി എന്താണെന്ന് നമ്മൾ ചോദിച്ചപ്പോ നമുക്ക് 3 കാർഡുകളാണ് കിട്ടിയത്. ഒന്ന്, ഇതിനകത്ത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ജോലി ചെയ്തിരുന്ന, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജോലി ചെയ്തിരുന്ന, വളരെ കരിയർ ഓറിയന്റഡ് ആയ ഒരു എനർജി. ചിലപ്പോൾ മാനേജറിയൽ പോസ്റ്റിലോ അല്ലെങ്കിൽ ലീഡർഷിപ്പിൽ ഉണ്ടായിരുന്ന വളരെ കംഫർട്ടബിൾ ആയ, നിങ്ങൾ വളരെ സന്തോഷത്തിൽ നിരുന്ന ഒരു ജോലി ആയിരുന്നു. അത് പക്ഷേ ഇപ്പോ നഷ്ടപ്പെട്ടു, അല്ല നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊരവസ്ഥ കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു നോട്ടീസും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്നായിരുന്നു നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. അല്ലെങ്കിൽ നിങ്ങളോട് നാളെ തുടങ്ങി ഇനി വരണ്ട എന്ന് പറഞ്ഞത് പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല
ഈ ഒരു അവസ്ഥയിൽ എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതാണ് ടവർ മൊമെന്റ് ആയിട്ട് വന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിത നമുക്ക് സാലറി കൂടുതൽ കിട്ടുമ്പോൾ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ അതുപോലെ മാറും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ ആ ഒരു വരുമാനം നഷ്ടപ്പെട്ടു, വേറൊരു വരുമാനവും ഇല്ല എന്നൊരു പരിസ്ഥിതി ആകുമ്പോൾ അത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലായിപ്പോൾ നമ്മൾ. അങ്ങനെ ആരൊക്കെയോ പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പൈസീസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അതുപോലെ തന്നെ ഏരീസ് ഉണ്ട് ഇവിടെ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, പിന്നെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, രണ്ട് ടോറസ്. അപ്പൊ വരുമാനം, വേറെ വരുമാനങ്ങൾ ചിലപ്പോ ഈ എർത്ത് സയൻസ് എപ്പോഴും ഒരു വരുമാനത്തിൽ നിൽക്കുന്നവരല്ല. അവർ ഭയങ്കര അംബീഷ്യസ് ആണ്, അവർക്ക് ഇഷ്ടംപോലെ പൈസ പണം വേണമെന്നുള്ളവരാണ്, എപ്പോഴും ഉയരത്തിലേക്ക് പോകണം, അതിന് ഭയങ്കരമായി പ്രയത്നിക്കുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ളവരും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പൊ ഒരു വരുമാനം പെട്ടെന്ന് നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും അവരൊന്നും ഞെട്ടിക്കും. മനസ്സിലായി? അവര് വളരെ പ്ലാനിങ്ങോട് കൂടെ മുമ്പോട്ട് പോകുന്നവർ. അവര് മാത്രമല്ല, ഇവിടെ ഫയർ സൈനും ഉണ്ട്, വാട്ടർ സൈനും ഉണ്ട്. അപ്പൊ എല്ലാവരും വല്ലാത്തൊരു പരിതസ്ഥിതിയിലാണെന്നാണ് പറയുന്നത്. വല്ലാത്തൊരു പൊട്ടിത്തെറി, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് നഷ്ടമായി പോയി പല കാര്യങ്ങളും. അപ്പോ ലോണൊക്കെ എടുത്തിട്ട് വീട് വെച്ചവരും ലോൺ എടുത്ത് മക്കളെ പുറത്തേക്ക് പഠിപ്പിക്കാൻ വിട്ടവരും ഒക്കെ വല്ലാത്തൊരു പ്രതിസന്ധി ആയിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോ എന്താണ് ഇപ്പോ നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് എന്താണ് ടവർ എന്ന് കാണിച്ചതാണ്, അതിന്റെ ക്ലാരിഫിക്കേഷൻ ആണ് നമ്മൾ ഈ കണ്ടത്. ഇനി ശരിക്കും എന്താണ് നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്നത് ഈ സമയത്ത്, അതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്നത്? അതിന് നമുക്കിവിടെ ഒന്നും നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും കാര്യം നടക്കുന്നില്ല, എല്ലാം തിരിച്ചടിയാണ്, എല്ലാം റിവേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ കാർഡും റിവേഴ്സ് ആണോ? അല്ല, റിവേഴ്സ് അല്ല, പോസിറ്റീവ് ഉണ്ട്. പക്ഷെ ഇത് റിവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കാണണം എന്നുള്ള റിവേഴ്സ് കാർഡുകളാണിത്. ഇവിടെ ഒട്ടും നിങ്ങൾ ഒന്നും തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം നിന്ന് പോകുന്നു, അല്ലെങ്കിൽ മുമ്പോട്ട് അത് അടച്ചു പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ അത് സ്തംഭിച്ചു നിൽക്കുന്നു, മുമ്പോട്ട് പോകാൻ വളരെ കഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകുന്നു. പിന്നെ കൂടെ നിൽക്കുന്നവരൊക്കെ പറ്റിക്കുന്നു നിങ്ങളെ, ആരും സഹകരിക്കുന്നില്ല നിങ്ങളോട്. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഓഫീസ് പൊളിറ്റിക്സ് ഇഷ്ടം പോലെ ഉണ്ടാവാം, നിങ്ങൾക്ക് ഒരു സഹകരണം കിട്ടുന്നില്ല, ഒരു പ്രൊമോഷൻ കിട്ടുന്നില്ല, ഒരു സാലറി ഹൈക്ക് ഉണ്ടാവുന്നു, അത് നടക്കുന്നില്ല, പ്രൊമോഷന്റെ ചർച്ച വരുമ്പോൾ നിങ്ങളെ മാറ്റി നിർത്തുന്നു. പിന്നെ ഇവിടെ മാനേജറിയൽ സ്റ്റാഫിന് നിങ്ങളെ ഡിഗ്രേഡ് ചെയ്യുന്നു. നിങ്ങൾ മാനേജറിയൽ സ്റ്റാഫ് ആയത് പെർഫോമൻസ് ശരിയല്ല, അപ്പൊ സാലറി കുറയ്ക്കണം എന്ന് അവർ പറയുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ മാനേജറിയൽ പൊസിഷനിൽ നിൽക്കുക, അപ്പൊ എന്തെങ്കിലും കാര്യം കൊണ്ട് നിങ്ങൾ ട്രാപ്പായി, ജോലിയിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇത് കണ്ടപ്പോൾ നിങ്ങൾ അവർ ഡിഗ്രേഡ് ചെയ്യുന്നു. മറ്റുള്ളവർ കംപ്ലൈന്റ് ചെയ്തതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം മറ്റുള്ളവർ ചെയ്തിട്ട് നിങ്ങളുടെ തലയിൽ വന്നതാവാം. എന്തായാലും നിങ്ങൾ മാനേജറിയൽ പൊസിഷനിൽ നിന്ന് താഴത്തേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ആളുകൾ, പല കാര്യങ്ങളും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കീഴിലുള്ളവര് പല കാര്യങ്ങളും ചെയ്തിട്ട് അതൊക്കെ നിങ്ങൾക്ക് പണിയായിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങള് ഇതൊന്നും തുറന്ന് സംസാരിക്കുന്നില്ല ആരോടും. കാരണം നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ട്, ജോലി പോയാലും എന്തെങ്കിലും കാര്യം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളത് തുറന്ന് സംസാരിക്കണം. പക്ഷെ നിങ്ങൾ തുറന്ന് സംസാരിക്കാൻ ഭയക്കുന്നു എന്നാണ് പറയുന്നത്. ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നില്ല, നിങ്ങളുടെ കീഴിലുള്ള ആളുകൾക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നില്ല. അപ്പൊ പൊതുവെ എല്ലാവർക്കും നിങ്ങളോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ, നിങ്ങൾ പോരാ എന്നൊരു തോന്നൽ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏരീസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ജെമിനായ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അത്രയുമാണ്. ജൂലൈ 31, 2021 നിങ്ങളുടെ കരിയറിൽ ഇതിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ എന്നാണ് നോക്കുന്നത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോ ഇവിടെ 3 of Swords റിവേഴ്സും King of Wands റിവേഴ്സുമാണ് വന്നിരിക്കുന്നത്. 5 of Pentacles റിവേഴ്സ്, 4 of Wands റിവേഴ്സ്, 5 of Cups റിവേഴ്സ്. 5 of Cups റിവേഴ്സ് വന്നാൽ കുഴപ്പമില്ല. നിങ്ങൾ 31-ാം തീയതിയോട് കൂടി ഈ അവസ്ഥയോട്, അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ട് ഇവിടെ കേട്ടോ. പക്ഷെ നിങ്ങൾ 31-ാം തീയതിയോട് കൂടി ആ അവസ്ഥകളെല്ലാം ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും. അതിനെ മറികടക്കാനുള്ള കാര്യങ്ങൾ, അല്ലെ വെറുതെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളൊരു കാര്യത്തിന് വഴി നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ സമയം നോക്കാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ ടാരോ റീഡിംഗ് എടുക്കാൻ ചാൻസ് ഉണ്ട്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾ വഴിപാടുകളും അതും ഇതും, അല്ലെങ്കിൽ വേറെ ഓഫീസുകളിൽ ചെന്ന് ജോലി, എന്തെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കും, എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് അവരുടെ കമ്പനിയിൽ ഉണ്ടോ
നിങ്ങളുടെ ഇതേ പോസ്റ്റിൽ വേണമല്ലോ, കാരണം നിങ്ങൾ ഡിഗ്രേഡ് ചെയ്ത് താഴത്തേക്ക് ആക്കിയേക്കാണ്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങൾ അവർ ഇവിടുന്ന് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവര് നിങ്ങൾക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും തരാൻ പോകുന്നത്. അപ്പൊ അത് നിങ്ങൾ പുതിയ കമ്പനിയിൽ പോകുമ്പോൾ അത് പണിയാവും. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഹയർ ഇത് നിങ്ങൾക്ക് കിട്ടില്ല, സെയിം ലെവലിൽ കിട്ടില്ല, അതിൽ താഴെ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് 31 ആവുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാവും എന്നാണ് പറയുന്നത്. വളരെയധികം ടെൻഷനും ഭയങ്കര നാണക്കേടും എല്ലാം ആവും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, നിങ്ങൾ ആർക്കും ഒരു വിലയില്ലാതാവും എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഉണ്ട്, പക്ഷെ നിങ്ങളെ ആരും പരിഗണിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇത് അപ്പൊ നിങ്ങൾ ഇത് ഇവിടെ നിന്ന് സാലറിയും കുറയ്ക്കും അവര്. അപ്പൊ നിങ്ങൾ ഇതിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും കേട്ടോ. പുറത്തേക്ക് പോകുമ്പോൾ വലിയൊരു ഇതൊന്നും ആവാൻ പോകുന്നില്ല, വലിയൊരു സിറ്റുവേഷനിലേക്കല്ല, വലിയൊരു ജോലിയിലേക്കല്ല നിങ്ങൾ പോകാൻ പോകുന്നത്. കാരണം നിങ്ങളെ നല്ലൊരു യാത്രയയപ്പുമായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ അവരോട് പറയാം, എന്നാലും കുറെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും, മനസ്സിലായോ? പ്രൊബേഷണറി പീരീഡ് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ടേംസ് എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ടായിരിക്കും നിങ്ങൾ പുറത്തേക്ക് പോകാൻ പോകുന്നത്. അപ്പൊ വലിയ നല്ല സ്ഥിതിയിൽ നിന്നൊന്നും അല്ല നിങ്ങൾ ഈ ജൂലൈ അവസാനത്തോടെ നിങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ഇത് ടെൻഷൻ അടിച്ച് വെറുതെ അയ്യോ എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഇപ്പോഴേ അന്വേഷിച്ച് തുടങ്ങണം വേറെ കമ്പനികളിൽ നിങ്ങൾക്ക് പറ്റിയ ഓഫേഴ്സ് വല്ലതും ഉണ്ടോ, മനസ്സിലായോ? അപ്പോ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിച്ചാല് നമ്മളൊരു ജോലിയിൽ ഇരിക്കുന്ന ആള് ഒരു പുതിയ ജോലിയിലേക്ക് പോകുന്നതും ഒരു ജോലിയും ഇല്ലാത്ത ആള് ഒരു പുതിയ ജോലിയിലേക്ക് കയറുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ജോലി ഓൾറെഡി ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞു നിൽക്കാൻ പറ്റും, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് അവരോട് മനസ്സിലാകുന്ന പോലെ. ഒരിക്കലും നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനിയെ കുറിച്ച് നമ്മൾ പുതിയ കമ്പനിയിലേക്ക് പോകുമ്പോൾ കുറ്റം പറയരുത്, സാലറി കുറവാണ് അതുകൊണ്ടാണ് പോകുന്നതെന്നൊന്നും പറയരുത്. എല്ലാം നല്ലതായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതിൽ വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴേ അന്വേഷിച്ച് തുടങ്ങിക്കോളൂ പുതിയ ജോലി. കാരണം ഇവിടെ നിങ്ങൾക്ക് വലിയ ഫ്യൂച്ചർ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ ജൂലൈ 31 ആകുമ്പോൾ നിങ്ങൾ ഇറങ്ങുമ്പോഴേക്കും ഇവര് പോകാൻ പറയാൻ നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങുമ്പോഴേക്കും അവർ പറഞ്ഞു വിടുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് പുതിയ ഓഫർ ഒന്നും വരില്ല എന്നാണ് ഇവിടെ കരിയറിന്റെ റീഡിങ്ങിൽ കാണിക്കുന്നത്. ഇത് Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio. ഇത്രയുമാണ് സോഡിയാക് സൈൻ ഇവിടെ കണ്ടത്. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ ഒന്നാമത്തെ കാർഡിന്റെ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഭഗവാൻ ശിവായ. രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിന്റെ നിങ്ങളുടെ കരിയറിന്റെ എനർജി 10 of Pentacles ആണ്. ഇത് ചിലപ്പോൾ ഒരു ഫാമിലി ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നിങ്ങൾ തന്നെ തുടങ്ങി നിങ്ങളുടെ തന്നെ കമ്പനി ആയിരിക്കാം കരിയറിൽ. അപ്പൊ 10 of Pentacles എന്ന് പറയുമ്പോൾ ഫാമിലി ബിസിനസ് ആണ്, ഫാമിലിയിൽ നിന്നുള്ള പൈസയാണ്. ഇവിടെ എല്ലാം കൊണ്ടും നല്ല സമയമാണെന്നാണ് പറയുന്നത്. ബിസിനസ് വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് മുമ്പോട്ട് പോകുന്നതെന്നാണ് കാണിക്കുന്നത്. എല്ലാവരുടെയും സഹകരണമുണ്ട്. അപ്പൊ 10 of Pentacles എപ്പോഴും ഒരു പോസിറ്റീവ് കാർഡാണ്. നിങ്ങളൊരു ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ഒരു അവസ്ഥയിലാണ് കരിയറിൽ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ എല്ലാവരുടെയും സഹകരണമുണ്ട്, ഫാമിലിയുടെ സഹകരണമുണ്ട്, പൈസ ആവശ്യമുണ്ടെങ്കിൽ തരാൻ ആളുകളുണ്ട്. അപ്പോ അത്ര മോശമല്ലാത്ത ഒരു കമ്പനിയും മോശമല്ലാത്ത ഒരു ഫാമിലിയും ആണ് നിങ്ങളുടേത്. 10 of Pentacles എന്ന് പറയുമ്പോൾ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്, സൈൻ ആണ്. വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ലോങ് ടേം പ്ലാനിങ്ങിനോട് കൂടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇതിനെ ക്ലാരിഫൈ ചെയ്യുന്ന 9 of Wands ആണ്. 9 of Wands ഉം Knight of Pentacles ആണ്. Knight of Pentacles എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ, അപ്പൊ ഇതിനകത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ കരിയറിൽ വന്നിട്ടുണ്ട്. 9 of Wands എന്ന് പറയുമ്പോൾ ഇപ്പോ നിങ്ങള് നിങ്ങളിപ്പോ വിവാഹം കഴിച്ചിട്ട് എന്ന ഒരാളാണ്, ഓൾറെഡി ബിസിനസ് ഉള്ളതിലേക്ക് നിങ്ങൾ ചേരുകയാണ് ചെയ്തത്. ഇപ്പോ വക്കീലന്മാരുടെ ഒരു ഫോം ആണെന്ന് വിചാരിക്കുക. അതിനകത്ത് നിങ്ങൾ പുതിയതായിട്ട് കല്യാണം കഴിച്ച് പുതിയതായിട്ട് ചെന്ന് കയറിയ ഒരാളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവ് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇതിൽ കുറച്ച് സ്ട്രഗിൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ വക്കീലെന്ന് ഇത് എക്സാമ്പിൾ പറഞ്ഞതാണ്, വേറെ എന്ത് ഫീൽഡ് ആയിക്കാളും നമ്മൾ ചെന്ന് കയറുമ്പോൾ നമ്മളുടെ കഴിവ് പ്രൂവ് ചെയ്യണം, എന്നാലേ ഇവിടെ വിലയുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ കുറച്ചൊരു ടെൻഷനിലാണ്. അപ്പൊ നിങ്ങൾ ഇനിയും ഹാർഡ് വർക്ക് ചെയ്താലേ ഇവിടെ ഈ ഒരു പരിതസ്ഥിതിയിൽ ഇപ്പം നിങ്ങൾക്ക് ഫിനാൻഷ്യലോ ഫാമിലി ആയിട്ടോ പ്രശ്നമില്ല, എന്നാലും നിങ്ങൾക്ക് വില കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ലോണം ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾ കേസുകൾ കൊണ്ടുവരണം, എക്സാമ്പിൾ പറയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കേസുകൾ വിജയിപ്പിച്ച് കാണിക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇവിടെ ഒരു കോമ്പറ്റീഷൻ കൂടുതലും
ഇവിടെ നിങ്ങളുടെ കഴിവ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിൽക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. ഏരീസ് ലിയോ സാജിറ്റേറിയസ് ടോറസ് വെർഗോ കാപ്രിക്കോൺ. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്താണ് നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടൊരു ഫീൽഡ് ആവുമ്പോൾ അവിടെ നമ്മൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ പറയും സ്മാർട്ട് വർക്ക് ആണ് നല്ലതെന്ന് പറയും. പക്ഷെ സ്മാർട്ട് വർക്ക് ചിലപ്പോൾ അത് ബാക്ക് ഫയർ ചെയ്യും. എപ്പോഴും സക്സസ്ഫുൾ ആകണമെന്നില്ല കേട്ടോ. എപ്പോഴും ഒരു പരിധി വരെ ഹാർഡ് വർക്ക് ആണ് നമുക്ക് റിസൾട്ട് കൊണ്ടുവരിക. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ കരിയറിൽ ഇപ്പൊ എന്താ നടക്കുന്നത്? ഇപ്പോ നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിരുന്ന ഒരാളാണ്, സ്വന്തമായിട്ട് ഒരു ഫേം ഒക്കെ നടത്തിയ ഒരാളാണ്. അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ കഴിവ് പ്രൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കഴിവ് പ്രൂവ് ചെയ്യണം. അതിന് ഇവർക്ക് നിങ്ങളെ ശരിക്കും അറിയില്ല. നിങ്ങളുടെ പാസ് അപ്പൊ അത്ര മീൻസ് അത്ര ഫേമസ് ആയിട്ടില്ല നിങ്ങൾ, കാരണം അതിനുള്ള പ്രായമായിട്ടുണ്ടാവില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നിങ്ങൾ ഇവിടെ നിങ്ങളുടെ കഴിവ് പ്രൂവ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോമ്പറ്റീഷൻ കൂടുതൽ പോലെ തോന്നുന്നു. നിങ്ങളുടെ ഫീൽഡ് നിങ്ങൾ ചെയ്തിരുന്ന ഓഫീസിൽ നിങ്ങളായിരുന്നു ബെസ്റ്റ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ വേറെ പലരും നിങ്ങളെക്കാളും ബെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഈക്വൽ ആയിട്ട് കുറെ പേരുണ്ട്. അത് നിങ്ങൾക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. കാരണം നമ്മളെ ഇപ്പൊ വലിയ പ്രശസ്തയായ ഒരു പാട്ടുകാരിയാണെന്ന് വിചാരിക്കുക ഞാൻ. അത് കഴിഞ്ഞ് ഞാനൊരു ഗ്രൂപ്പിൽ ചേരുമ്പോ അപ്പൊ എന്റെ താഴെയുള്ളവരൊക്കെ ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യുക, അത് ചെയ്യും, ഇങ്ങനെയൊക്കെ ഇനാഗ്രേഷന് പോകുന്നു, അങ്ങനെ ഇങ്ങനെ. പക്ഷെ എന്നെക്കാളും ഒരു ലെവലിൽ കൂടുതലുള്ള ഒരു ഇത്തിരി കൂടെ എക്സ്പാൻഡ് ചെയ്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ഒന്നും അല്ലാതാവുന്ന അവിടെ. അങ്ങനെ നിങ്ങൾക്ക് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ ഒന്നും അല്ലാത്ത പോലെ ഇപ്പൊ ചെന്ന് കയറിയിരിക്കുന്നുണ്ട്. അപ്പൊ പണ്ടത്തെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇപ്പൊ നിങ്ങളുടെ പരിചയമുള്ള ആൾക്കാർ ഓഫീസിൽ വരുമ്പോൾ അയ്യോ ഈ പുള്ളി അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാലും ഇവർക്ക് ഒരു വിലയില്ലാത്ത പോലെ നിങ്ങൾ മനസ്സിലായി. പുതിയ സ്ഥലത്ത് പുതിയ കമ്പനിയിൽ നിങ്ങൾ അത് ആർക്കും അറിയില്ല. അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് നാളായിട്ടുണ്ടാവും ഇവിടെ. പക്ഷെ ഒരു ഒരു നിങ്ങൾക്ക് അങ്ങോട്ട് കംഫർട്ടബിൾ ആയിട്ട് വരുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് പോരണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ എടുത്തോ പിടിച്ചോ എന്ന് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് അത് പണിയാവും. നല്ലവണ്ണം പുതിയ ഒരു ഇത് തുടങ്ങണമെങ്കിൽ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ പഴയ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയതാണോ, പഴയ ഒരു ഫേം നിങ്ങൾ നടത്തിയത് അത് നഷ്ടപ്പെട്ടു പോയതാണോ, അത് അവിടെ നിന്ന് ഇറങ്ങിയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സ്വന്തമായിട്ട് ഇനിയും ഒരു രണ്ടാമതൊരു ഇത് പടുത്തുയർത്തണമെങ്കിൽ കുറച്ച് ആളുകളെ കൂട്ടി ഒരു കമ്പനി തുടങ്ങണം, ഒരു ഫേം തുടങ്ങണമെങ്കിൽ അതിനകത്ത് കുറെ ഹാർഡ് വർക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നിൽക്കുകയാണ് അങ്ങനെ വേണോ ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്ത് ഒരു സക്സസ്ഫുൾ ആകാത്ത ഒരു അവസ്ഥയിലായി കഴിഞ്ഞാൽ അത് പണിയാവും. അപ്പൊ നിങ്ങൾ ആ ഒരു ചിന്തയിലാണ് ഇനി എന്താണ് വേണ്ടത്, ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ള പണി എന്താണ് വഴി, അതാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പുറത്തേക്ക് എബ്രോഡ് ഒന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. പലരും നിങ്ങളെ എബ്രോഡൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നാട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് കാര്യങ്ങൾ നടത്തിയെടുക്കണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇവിടെ Cancer Pisces, this Cancer Pisces Scorpio, the Cancer Pisces, Taurus Virgo Capricorn, Aquarius Leo, Scorpio Taurus, പിന്നെ Taurus Virgo Capricorn Scorpio, ഇത്രയും zodiac sign ആണ് ഇവിടെ വരുന്നത്. 31 ജൂലൈ 2026 എന്താണ് വരാൻ പോകുന്നത്, എന്ത് വ്യത്യാസങ്ങളാണ് ഈ അവസ്ഥയ്ക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്, അതാണ് നോക്കുന്നത്. നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് വരും. നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഈ 31-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു തീരുമാനവും എടുക്കാൻ പറ്റില്ല. ഒരു കാര്യവും മൂവ് ആവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ലോജിക്കലും പ്രാക്ടിക്കലുമായിട്ട് ചിന്തിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മൂവ്മെന്റിനുള്ള സമയമല്ല. നിങ്ങൾക്ക് ഇപ്പോ എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമരങ്ങളും പിരിച്ചുവിടലുകളും യുദ്ധങ്ങളും എല്ലാം നടക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ കയ്യിലുള്ളത് സ്വരൂപിച്ച് വെക്കുകയാണ് വേണ്ടത്. ഇവിടുന്ന് ഇപ്പോ പുറത്തേക്ക് പോകാനോ ഇപ്പൊ ജോലി എടുക്കുന്ന സിറ്റുവേഷന് പുറത്തേക്ക് ഇറങ്ങാനോ നോക്കണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കുറച്ചും കൂടെ സമയം കഴിയുമ്പോൾ എല്ലാം ഒന്ന് ശാന്തമാകുമ്പോൾ നോക്കാം. അപ്പോ അതുവരെ നിങ്ങൾ ഒന്ന് സമാധാനത്തോടെ ഇരിക്കണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. കാരണം ഒരു എത്തുമ്പടിയും വരില്ല. മനസ്സിലായോ? അപ്പോ Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Aries, Leo, Sagittarius.
അപ്പൊ ഇതാണ് രണ്ടാമത്തെ കളർ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിങ്. ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ കളർ റോസ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഫൈനൽ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ റോസ് സെലക്ട് ചെയ്തവരുടെ ഓവറോൾ കരിയറിലുള്ള എനർജി എന്താന്ന് നോക്കാം. ഇവിടെ 9 of Swords റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 9 of Swords റിവേഴ്സ് ആണ്. നിങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ കരിയറിനെ കുറിച്ച് ആലോചിച്ചിട്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് സമാധാനമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. വളരെ ടെൻഷനായിരുന്നു, ഉറക്കമില്ലാത്ത കുറെ സമയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ആ സമയം മാറിയിട്ട് ഇപ്പൊ കുറച്ച് ഭേദപ്പെട്ട ഒരു സമയത്തിലേക്കാണ് കരിയർ വൈസ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് കുറഞ്ഞു എന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിങ്ങൾ എന്നാണ് പറയുന്നത്. അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. നമുക്ക് ഇതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇതെന്താണ് ഇങ്ങനെ ഈ കാർഡ് വന്നത് എന്തുകൊണ്ടാണ്? പ്രശ്നങ്ങൾ മാറിയെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. ഇവിടെ 6 of Swords റിവേഴ്സും അതുപോലെ തന്നെ ഡെവിൾ കാർഡ് റിവേഴ്സുമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചു കേട്ടോ. അത്രയും ടെൻഷൻ ആയപ്പോ നിങ്ങൾ ചിലപ്പോ എന്തെങ്കിലും ഒരു കാര്യം, വളരെ കാര്യമായ കാര്യം, ചിലപ്പോ പണം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പണം മറിച്ച് ഒരു ബിസിനസ്സിലുള്ള പണം മറിച്ചിട്ട് തിരിച്ചു വെക്കാൻ പറ്റാത്ത ഒരവസ്ഥ, എന്തോ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് പിടിക്കപ്പെടും എന്നൊരവസ്ഥ, അല്ലെങ്കിൽ ലോൺ ജപ്തി അങ്ങനത്തെ എന്തോ അവസ്ഥ. പക്ഷെ അതെന്തോ കൊണ്ട് മാറിപ്പോയി. ഇവിടെ നിങ്ങൾ അതിൽ നിന്ന് ഒളിച്ചോടണം, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇതെല്ലാം വിട്ടിട്ട് ഞാൻ ഒറ്റ ഓട്ടം, ഞാൻ ഒളിച്ചു കളയും എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നു. ചിലപ്പോൾ നിങ്ങൾ വല്ല കടുങ്കയും ചെയ്യാനൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. ദൈവം സഹായിച്ചു, അതെല്ലാം മാറിപ്പോയി. അതൊരു വലിയ അനുഗ്രഹം. അപ്പോ 6 of Swords എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. പക്ഷെ അത് വേണ്ടി വന്നില്ല. ആ പ്രശ്നങ്ങൾ എന്തൊക്കെയോ ദൈവസഹായം കൊണ്ട് മാറി എന്നാണ്. ഇവിടെ ഡെവിൾ ആണ് കാണിക്കുന്നത്. അപ്പൊ ഡെവിള് നിങ്ങളെ കൊണ്ട് എന്തോ നെഗറ്റീവ് ഒക്കെ കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള ഒരു പ്ലാൻ നിങ്ങൾ അറ്റം എത്താറായപ്പോഴേക്കും ദൈവം ഇടപെട്ട് ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി തന്നു എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ സ്തുതി അല്ലേ. അപ്പോ അത് കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്. ഇവിടെ അക്വേറിയസ്, ലിബ്ര, ജെമിനി. ഇവിടെയും അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. ഇപ്പോൾ എന്താണ് നിങ്ങളുടെ കരിയർ? അപ്പൊ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ടുണ്ട്, എന്നാലും ഇപ്പോൾ എന്താണ് നിങ്ങളുടെ കരിയറിൽ സംഭവിക്കുന്നത്? ഇപ്പോ നിങ്ങളുടെ കരിയറിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ കരിയറിൽ എന്തോ സംഭവിക്കാൻ പോകുന്നത് അത്ര വലിയ ഹാപ്പി ഒന്നും അല്ല. നിങ്ങൾ വളരെയധികം ആഗ്രഹത്തോടെ എന്തോ തുടങ്ങിയതാണ്. സ്വന്തമായിട്ടൊരു ബിസിനസ് ആയിരിക്കാം, ഒരു കമ്പനി ആയിരിക്കാം. പക്ഷേ ആ നിങ്ങളുടെ ഡ്രീം എല്ലാം നശിച്ചു പോയി എന്നാണ് പറയുന്നത്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് പല കാര്യങ്ങളും നടന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. നിങ്ങൾ അതെല്ലാം അവോയ്ഡ് ചെയ്യണം. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരിടയ്ക്ക് വരെ നിങ്ങൾ അത് ചിന്തിച്ച് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. കൂടെ നിന്നവരൊക്കെ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടാവാം. കൂടെ നിന്നിട്ട് നിങ്ങളുടെ അടുത്ത് പൈസ മേടിച്ചവരോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പൈസ മേടിച്ചവര് നിങ്ങളെ പറ്റിച്ചു. ചില സമയത്ത് നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോഴേ നമ്മൾ കുറെ കടം കൊടുക്കും. പിന്നീട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് കടം കൊടുക്കുന്നത്. പക്ഷെ മിക്ക സമയത്തും നമ്മളുടെ കട അടച്ചു പൂട്ടേണ്ട ഒരു അവസ്ഥ വരും. കാരണം ഈ കടം മേടിച്ചവര് തിരിച്ചു തരില്ല. അത്യാവശ്യമായിട്ട് നമ്മൾ ആരോടെങ്കിലും ഒക്കെ പൈസ ചോദിക്കുമ്പോൾ അവര് കയറി തൂങ്ങിച്ചാവുക, അങ്ങനെ ആരും ചെയ്യരുത്. അത് എല്ലാത്തിനും പരിഹാരമുണ്ട്. മനസ്സിലായോ? ഒളിച്ചോടുക അതൊരു ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒരു തരം ഒളിച്ചോടലാണ്. കാരണം നമുക്ക് സൊല്യൂഷൻ ഒന്നും വേണ്ട, എനിക്കിനി ജീവിക്കണ്ട എന്നൊരു തീരുമാനം. പക്ഷെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ പേരുണ്ട്. അവരെയും കൂടെ നിങ്ങൾ ഓർക്കണം അല്ലെ. അച്ഛനായാലും അമ്മയായാലും ബ്രദേഴ്സ് ആയാലും സിസ്റ്റേഴ്സ് ആയാലും വലിയൊരു നഷ്ടമാണ് നിങ്ങൾ ഇല്ലാതാവുമ്പോൾ വരാൻ പോകുന്നത്. മക്കള്, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്. അപ്പൊ അങ്ങനെയുള്ള ആക്ഷൻ ഒന്നും ചെയ്യരുത്. പക്ഷെ ചില സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് കടം കൊടുക്കുമ്പോൾ നമ്മൾ കുഴിയിലാവാറുണ്ട്. നമ്മൾക്ക് പൈസ തരാതിരിക്കാൻ, തിരിച്ചു തരാനുള്ള അവർക്ക് കഴിവില്ല. നമ്മൾ മാക്സിമം അവരോട് ക്ഷമിക്കുന്നുണ്ട്. ഓക്കെ പയ്യെ മതി എന്ന് പറഞ്ഞാലും അവർ ഒരു ദിവസം അവർ കടുങ്കൈ ചെയ്യുകയാണ്. കാരണം നമ്മളുടെ അടുത്ത് മാത്രമല്ല അവർ കടമെടുത്തില്ല, പലരുടെ അടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ പോലെ ആയിരിക്കില്ല മറ്റുള്ളവർ ഇടപെടുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ചിലർ കാരണം ചിലർക്ക് കട പൂട്ടേണ്ടിയൊക്കെ വരാറുണ്ട്.
കാരണം ഭയങ്കര ഗിൽറ്റി കോൺഷ്യസ് ആവുകയോ ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ടാണല്ലോ അയാൾ അങ്ങനെ ചെയ്തത് എന്നൊരു കുറ്റബോധം. അപ്പൊ പിന്നെ നമുക്ക് മുമ്പോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ നിങ്ങൾ അതുകൊണ്ട് തന്നെ പലരും നിങ്ങൾക്ക് പണി തന്നിട്ടുണ്ട് ഇവിടെ. അപ്പോ നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷനിലായിരുന്നു. നിങ്ങൾ അതുകൊണ്ട് എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഇപ്പൊ നിങ്ങൾ തൽക്കാലം കട പൂട്ടിയിരിക്കുകയായിരിക്കാം. നിങ്ങളുടെ ഷോപ്പ് പൂട്ടുകയോ അല്ലെങ്കിൽ ഓഫീസ് അടച്ചിടാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരിക്കാം. അപ്പോ നിങ്ങൾ ഇതിനകത്ത് പെട്ടുപോയി. നിങ്ങൾക്ക് ഇതിന്ന് വേറൊരു വഴിയുമില്ല. ഇവിടെ മരണം കാണിക്കുന്നുണ്ട്, ഡെത്ത് ഓഫ്, ഇതിന്റെ ഒരു അവസാനത്തിലേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ദൈവദൂതനെ പോലെ നിങ്ങളുടെ പഴയ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ അയൽക്കാരിയോ ആരോ വന്ന് നിങ്ങളെ സഹായിക്കുന്നത്. അപ്പൊ നിങ്ങളെ പണ്ട് ഇപ്പൊ ഉള്ളവരെല്ലാം പാരയായപ്പോ പണ്ട് നിങ്ങളുടെ ഒപ്പം പഠിച്ചിരുന്നവരോ വരെ നല്ല നിലയിലുള്ളവര് നിങ്ങളുടെ കഷ്ടപ്പാട് കേട്ടിട്ട് തിരിച്ചു വന്ന് നിങ്ങളെ സഹായിച്ച് നിങ്ങളുടെ ഈ വിഷമ വൃത്തത്തിൽ നിന്ന് നിങ്ങളെ കരകയറ്റാൻ ശ്രമിച്ചു. അങ്ങനെ നിങ്ങൾ കര കയറി നിൽക്കുകയാണെന്നാണ് പറയുന്നത്. എന്നാലും മുഴുവനായിട്ട് ഇത് തീർന്നിട്ടില്ല. അവസാനത്തിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ദൈവദൂതി വന്നത് കേട്ടോ. Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Virgo, Aquarius, Libra, Gemini, Scorpio, Cancer, Pisces, Scorpio. അതാണ് ഇവിടെ ആ എനർജി കണ്ടത്. നിങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ദൈവം ഒരാളെ അയക്കുന്നു സഹായിക്കാൻ വേണ്ടിയിട്ട്. പ്രാർത്ഥന എപ്പോഴും നല്ലതാണ്. നമ്മൾ എന്ത് കൈവടിഞ്ഞാലും നമ്മൾ ദൈവത്തിനെ കൈവടിയരുത്. ആ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ കൈവടിയരുത്. നമ്മളുടെ പ്രാർത്ഥന എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാത്തിനും നമുക്ക് അനുഗ്രഹം തരും. പക്ഷെ സമയത്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, അത്രേ ഉള്ളൂ. ചില സമയത്ത് നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്ന കാര്യം ഒരു 10 ദിവസം കഴിഞ്ഞ് നമുക്ക് അതിന്റെ ദൈവം നമ്മളെ സഹായിക്കുമ്പോൾ നമ്മൾ ഇപ്പോ കിട്ടിയില്ല എന്നൊരു ടെൻഷനിലിരിക്കുമ്പോ ദൈവം 10 ദിവസം കഴിഞ്ഞിട്ട് അത് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും നമുക്ക് അതിന്റെ ആവശ്യമില്ല. അതിനർത്ഥം ഈ കാര്യം നിങ്ങൾക്ക് ആവശ്യമില്ല, അത് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആക്കുന്നത്. ഇനി നിനക്ക് തരാന്ന് പറയുമ്പോ വേണ്ട ദൈവമേ, അത് കഴിഞ്ഞു, ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല എന്നൊരു കാര്യം വരും. ശരിക്കും നിങ്ങൾക്ക് അത് ആവശ്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലായി? അങ്ങനത്തെ നമ്മൾ എപ്പോഴും വിശകലനം ചെയ്യുക. ഓരോ അവസ്ഥ നമുക്ക് വരുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുക, അതിനെ വിശകലനം ചെയ്യുക. അല്ലാതെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവം ഉണ്ടോ, ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം എന്നൊന്നും പറയണ്ട. ദൈവനിന്ദയല്ല, ദൈവത്തിനെ നമ്മൾ പറയുന്നത് ഏൽക്കുന്നില്ല. നമ്മളില്ലെങ്കിലും ദൈവം എപ്പോഴും ഉണ്ട്, എന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനിയും ഉണ്ടാവും. പക്ഷെ നമ്മൾ നാളെ പോകുന്ന ആൾക്കാരാണ്. അപ്പോ ദൈവത്തിനെ വെറുതെ എന്തിനാ ഇത് പറയുന്നത്? പറയണ്ട, അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. അപ്പോ എല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കുക. എല്ലാം നമുക്ക് നടക്കുന്നതൊക്കെ നല്ലതിനാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അത് മനസ്സിലാകും. മനസ്സിലാക്കാനുള്ള യുക്തി വളർത്തിയെടുക്കുക, ജ്ഞാനം വളർത്തിയെടുക്കുക. 31 ജൂലൈക്കുള്ളിൽ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് എന്ത് വ്യത്യാസമാണ് വരുന്നത്? ഇവിടെ ഒരു ക്വീൻ ഓഫ് പെന്റക്കിൾസ്, എംപ്രസ് വന്നിട്ടുണ്ട്. അതുപോലെ പേജ് ഓഫ് സ്വർഡ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. ക്വീൻ ഓഫ് പെന്റക്കിൾസ് എന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോയത്. പക്ഷെ ക്വീൻ ഓഫ് പെന്റക്കിൾസ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അത് റിവേഴ്സ് ആണ് വന്നത്. അപ്പോ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വളരെ സഹായ മനസ്സുള്ള ഒരാളാണ്, എല്ലാവരോടും ദയയും കരുണയും ഉള്ളതാണ്. അപ്പോ നിങ്ങൾക്കില്ലാത്ത കാര്യം, നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും കടം ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരുടെ അടുത്തെങ്കിലും കടം മേടിച്ച് കൊടുക്കുന്ന ആളാണ്. അപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്, അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ വേറെ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം. പിന്നെ ഇവര് തിരിച്ചു തരില്ല നിങ്ങൾക്ക് പൈസ, ഈ കൊടുത്തവർ തരില്ല. നിങ്ങൾ പിന്നെ വേറെ എവിടെന്നെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണം കൊടുക്കാൻ, തിരിച്ചു കൊടുക്കാൻ. യൂണിവേഴ്സ് പറയുന്ന അതിന്റെ വല്ല കാര്യമുണ്ട്. കുറച്ചൊക്കെ നിങ്ങളുടെ കാര്യം, നമ്മൾ കുറച്ചൊക്കെ സ്വാർത്ഥത വേണം. മനസ്സിലായോ? ഇപ്പൊ എത്ര മഹാന്മാരാണെങ്കിലും നമ്മളുടെ മഹാന്മാരുടെ നമ്മൾ കഥകൾ, ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ അവരിൽ മിക്കവരും, മെജോറിറ്റി ആൾക്കാരും വീട് നോക്കാത്തവരാണ്. ഇവര് നാട്ടിലുള്ള മക്കൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുക, പാവപ്പെട്ടവർക്ക് വേണ്ടി പല കാര്യങ്ങളും. അവരുടെ വീട്ടിലുള്ള ആളുകൾ പട്ടിണി കിടക്കാണ്, അച്ഛന്റെ സഹകരണം ഇല്ലാതെ വളരുന്ന മക്കള്, അമ്മയുടെ സഹകരണം ഇല്ലാതെ വളരുന്ന മക്കള്. അപ്പോ പക്ഷെ പിന്നീട് നാട് അവരെ വലിയതായിട്ട് ആദരിക്കുമ്പോ നമ്മളും ആദരിച്ചു പോകുന്നതാണ്. പക്ഷെ നമ്മള് നാടിന് വേണ്ടി ചെയ്യണം, നാടിന് വേണ്ടി അത്യാവശ്യമാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മളെ വീടിനും കൂടെ ചെയ്യേണ്ടത്, അത് ചിലര് മറന്നുപോകും. അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വീടും ശ്രദ്ധിക്കുക, നാട് ശ്രദ്ധിച്ചോളൂ, നാട്ടുകാരെ സഹായിക്കണം, പക്ഷെ വീട്ടുകാരെയും സഹായിക്കണം. അവർക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല. അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ കൂടെ നിൽക്കുന്നതിന്റെ കാര്യവും കൂടെ ശ്രദ്ധിക്കണം. മനസ്സിലായോ? എന്നാലേ നിങ്ങൾക്ക് എല്ലായിടത്തും നന്നായിട്ട് നിൽക്കാം. കാരണം എന്നാലേ നിങ്ങൾ ഉയരുള്ളൂ. നിങ്ങൾ കിട്ടുന്നതില് കൂടുതൽ പുറത്ത് ചെലവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. എന്നും നിങ്ങൾ ദരിദ്രയോ ആയിരിക്കും. എപ്പോഴും കടവും പലിശയും അതും ഇതും. നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകുമായിരിക്കും. ഭക്ഷണം,
വസ്ത്രം എല്ലാം അതിനകത്ത് നടന്നു പോകും. പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ അവർക്കൊന്നും കിട്ടുന്നില്ല. അത് നിങ്ങൾ ഓർക്കണമെന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. അപ്പോ കുറച്ചൊക്കെ നിങ്ങളുടെ വീട്ടുകാരെയും ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അത് 31 ജൂലൈ 2026 നിങ്ങൾ അതിനുള്ള ഒരു വെളിവ് വരും. നിങ്ങൾക്ക് ഇപ്പൊ ഒരു വെളിവില്ലാത്ത ഒരു അവസ്ഥയിലാണ്. എന്നുവെച്ചാൽ നാട് നന്നാക്കണം, ശരിയാണ്, നാട് നന്നാക്കണം, എല്ലാവരെയും നന്നാക്കണം, കൂടെ നിൽക്കുന്നവരെ നന്നാക്കണം, പക്ഷേ നിങ്ങളുടെ വീടും കൂടി നന്നാക്കണം. അത് നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരും. നിങ്ങൾ വീട്ടിലെ കാര്യം ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ചിലപ്പോൾ വീട്ടിലെ ഭാര്യയുടെ സ്വർണം കൊണ്ട് വെച്ചിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഭർത്താവിന് കിട്ടുന്ന ശമ്പളം കട്ടെടുത്ത് കൊടുക്കുന്ന ഒരു ഭാര്യ, അങ്ങനെയെല്ലാമുള്ള അവസ്ഥയായിരിക്കും. മക്കൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ പുറത്ത് കൊടുക്കുന്ന ഒരു അച്ഛൻ. നമ്മൾക്ക് വലിയ ഇതായിട്ട് തോന്നുന്ന, ഐഡിയോളജി ആയിട്ട് തോന്നുന്നത്, ഇപ്പം പണ്ട് എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞു, അവൻ ഒരു അനാഥാലയത്തിൽ പോയപ്പോ, അനാഥാലയം എന്ന് പറയാൻ പാടില്ല, ദൈവത്തിന്റെ മക്കള് താമസിക്കുന്ന ഒരു സ്ഥലം, അവിടെ ചെന്നപ്പോ ഈ അത് നടത്തുന്ന ആളുടെ കുട്ടികളും അവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോ ഇവൻ വലിയ ആദർശമായിട്ടാണ് പറഞ്ഞത്. എനിക്ക് ഒരു ഇതിൽ ആ കുട്ടികളുടെ ഒരു അച്ഛനും അമ്മയും ഉണ്ടായിട്ടും അങ്ങനെയാണെങ്കിൽ ദുഃഖം അനുഭവിക്കുന്ന കുട്ടികളെന്ന് എനിക്ക് തോന്നി. വലിയ ആദർശമായിരിക്കാം, പക്ഷേ അത് ആ കുട്ടികളിൽ എന്താണ്, കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ കുട്ടികൾക്ക് ഒരു സംശയം, എനിക്കും ഞങ്ങൾക്കും ഇല്ല അച്ഛനും അമ്മയും എന്നൊരു സംശയം ആ കുട്ടിയുടെ മനസ്സിലുണ്ട്. വലുതാവുമ്പോൾ അത് മനസ്സിലാവും. പക്ഷെ കുട്ടി മനസ്സിലുണ്ടാവുന്ന വേദനകൾ നമ്മൾ വലുതാവുമ്പോൾ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. ആ സമയത്ത് നമുക്ക് സ്നേഹം കിട്ടേണ്ടത് കിട്ടിയേ പറ്റുള്ളൂ. അപ്പൊ നമ്മളുടെ ആദർശം കൊണ്ട് നമ്മളുടെ മക്കളോ ആരെങ്കിലും നമ്മളെ കൂടെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ആളുകള് സങ്കടം അനുഭവിക്കുമ്പോ അത് പിന്നെ തിരുത്താൻ പറ്റുമോന്ന് അറിയില്ല. ഒരു ഒരു കുട്ടി മരിച്ചുപോയോ, അവന് ഞാൻ, അപ്പൊ അവൻ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നല്ലോണം ഇംഗ്ലീഷ് പറയും. മീൻസ് അതൊരു വലിയ ക്രൈറ്റീരിയ ആയിരുന്നു ആ സമയത്ത്. അധികം ഇംഗ്ലീഷ് ഒന്നും പറയാത്ത ഞങ്ങളെ പോലത്തെ ആൾക്കാർ അധികം ഇംഗ്ലീഷ് പറയുന്നത് അറിയില്ല. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഭയങ്കര അതിശയമായിരുന്നു. സൈനിക് സ്കൂളിലാണ് പഠിച്ചത്, അങ്ങനെ എന്നാൽ അവന്റെ കസിൻസ് ഒക്കെ, ഞങ്ങളുടെ കൂടെ പഠിച്ച അവന്റെ കസിൻസ് ഒക്കെ ഞങ്ങളോട് പറഞ്ഞത്. അവസാനം ഒരിക്കലും ഞങ്ങൾ വലുതായിട്ട് അവനോട് സംസാരിച്ചപ്പോ അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് അച്ഛനമ്മയുടെയും ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത് അവരുണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ വലുതായപ്പോ അവരെ എത്രത്തോളം സന്തോഷം എനിക്ക് തരാൻ നോക്കിയിട്ടും എനിക്കത് വേണ്ടായിരുന്നു എന്ന് അവരൊരു വാക്ക് പറഞ്ഞു. പിന്നീട് അവൻ മരിച്ചുപോയി. അങ്ങനെ നമ്മളുടെ ആദർശം കൊണ്ട് നമ്മൾ മറ്റുള്ളവർ, നമ്മുടെ കൂടെ നിൽക്കുന്നവരെ ശ്രദ്ധിക്കാതെ പോകുന്നത്, അത്രയും. അപ്പൊ ഇവിടെ ടോറസ് ലിബ്ര, അക്വേറിയസ് ലിബ്ര ജെമിനി, ടോറസ് കാപ്രിക്കോൺ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടുള്ള എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ച് തരാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിരിക്കുക. ടേക്ക് കെയർ. നമസ്കാരം.